എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരു സമൂഹത്തെ അല്ല, ദൈവം ഓരോരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു. പുറപ്പാടിന് വേണ്ടി ഒരു മോശയായിരിക്കാം, മിദ്യാനെ ഒതുക്കുവാൻ ഒരു ഗിദിയോനായിരിക്കാം, പുതിയ നിയമസഭയിൽ 3000 പേരെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ഒരു പത്രോസായിരിക്കാം, ജയിലുകൾ പൊളിക്കുവാനും രാജാക്കന്മാരെ വിറപ്പിപ്പാനും ഒരു പൗലൂസായിരിക്കാം. ഓരോ പ്രിയപ്പെട്ടവർ കോ ഇൻസിഡന്റ് അല്ല, പാരന്റ്സിന് ആക്സിഡന്റ് അല്ല, പകരം ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു നിയോഗമുണ്ട്. ഓരോ സഹോദരന്മാരെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു നിയോഗമുണ്ട്. ഹേ സഹോദരന്മാരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരിലും നടന്നിട്ടില്ലാത്ത വലിയൊരു ദൈവിക നിയോഗമുണ്ട്. നരകത്തിലെ മുഴുവൻ പിശാചും ലോകത്തിലെ ഹൃദയമില്ലാത്ത ദുഷ്ട മനുഷ്യനും ഒരുമിച്ച് നിന്നാലും ആ നിയോഗത്തെ പൊളിക്കുവാൻ കഴിയത്തില്ല. കാരണം ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവിക നിയോഗമുണ്ട്. ഇത് ചരിത്രം മെനയുന്ന ഒരു തലമുറയാണ്. ചാൾസ് പ്രൈസിന്റെ കാലത്ത്, D.L. മൂഡിയുടെ കാലത്ത്, സ്മിത്ത് വിൽസ്വർത്തിന്റെ കാലത്ത്, എഡ്വേർഡ് ഹത്തറിന്റെ കാലത്ത്, മറ്റു ഏതൊരു തലമുറയിൽ നടക്കാത്തത് ഈ രാജ്യത്തിൽ, ലോകരാജ്യങ്ങളിൽ നിന്നിലൂടെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു.